ഹായ്, ഇന്ന് നമ്മുടെ കോള് ജർമ്മനി ലോ സ്കൂളിൽ ഇങ്ങനെ അഡ്മിഷൻ കിട്ടിയ ബിൻസിയാണ്. ബിൻസിയെ നമുക്ക് വെൽക്കം ചെയ്യാം. ഹായ് ബിൻസി. സോ മാർച്ചിങ് ഡേക്കിലാണോ പോകുന്നത്? അതെ അതെ, ഏപ്രിൽ 1 ക്ലാസ്. പ്ലസ് ടു കഴിഞ്ഞിട്ട് പോവുകയാണോ? ഡയറക്റ്റ് പോവുകയാണോ? പ്ലസ് ടു കഴിഞ്ഞിട്ട്. ഇപ്പൊ ജർമ്മനി എന്നൊരു ഡ്രീം ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്, അതൊരു റിയാലിറ്റി ആകാൻ പോവുകയാണ്. ഇപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ജർമ്മനി എന്നൊരു ഐഡിയ ഫസ്റ്റ് വന്നത് എപ്പോഴാണ്? ഞാൻ ഫസ്റ്റ് നീറ്റിന് അഡ്മിഷനൊക്കെ എടുത്തതായിരുന്നു. ദെൻ ഈവനിങ് ജസ്റ്റ് അഡ്മിഷൻ എടുത്ത് വന്ന ഈവനിങ്ങിൽ ഒരു വെബിനാർ കണ്ടു. വെബിനാർ കണ്ടിട്ടാണ് ജർമ്മനിനെ കുറിച്ചും ഫ്ലീഗി ഹോസ്പിറ്റലിനെ കുറിച്ചൊക്കെ അറിയുന്നത്. ഓക്കെ, ജർമ്മൻ ലാംഗ്വേജ് അപ്പോൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ അതിനു മുന്നേ ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഡുവലിംഗ വഴി കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ദെൻ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടാണ് ബാക്കി കംപ്ലീറ്റ് ചെയ്തല്ലേ. അപ്പോൾ ആ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനൊരു ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? ഇപ്പോൾ +1 മുതൽ ഡുവലിംഗ യൂസ് ചെയ്തതാണ്. അപ്പോൾ എങ്ങനെയാണ് അറിഞ്ഞത് ജർമ്മൻ ലാംഗ്വേജിനെ പറ്റി? എനിക്ക് ഈ ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എനിക്കൊരു 5 ലാംഗ്വേജ് എങ്കിലും മിനിമം അറിയായിരിക്കും. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് സിമ്പിളി ഒരു സ്റ്റാർട്ട് ചെയ്തതാണല്ലേ. പിന്നെ അതിനോട് ഇൻട്രസ്റ്റ് തോന്നി ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. നേഴ്സിങ്ങിനെ കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത്? എനിക്ക് ഓൾറെഡി മെഡിക്കൽ ഫീൽഡാണ് താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തന്നെ ചൂസ് ചെയ്തു. ഓക്കെ, അന്നത്തെ ആ വെബിനാറിൽ കണ്ടപ്പോഴാണോ ഈ നാട്ടിൽ നേഴ്സിങ്ങിനെ കാട്ടി ബെറ്റർ ജർമ്മനിയാണെന്ന് തോട്ട് വന്നത്? അതെ, കാര്യം ഇവിടെ നാട്ടിൽ പഠിക്കാനാണെങ്കിൽ 4 വർഷം എടുക്കും, പിന്നെ ഫീസ് ഒരുപാടാവും. ബട്ട് ജർമ്മനിയിൽ നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടും, നമുക്ക് ഫിനാൻഷ്യലി കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റും. അതെ, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാണ്ട് അവിടെ നിന്ന് നമുക്കൊരു സെൽഫ് ഇൻഡിപെൻഡന്റ് ആകാൻ പറ്റും. B2 ഫുൾ മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. ബിൻസിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ജർമ്മൻ ലാംഗ്വേജ്? പഠിക്കുന്നതൊക്കെ സിമ്പിളാണ്. എക്സാം പ്രിപ്പറേഷനും അതൊരു മെയിനായിട്ടുള്ള ഫാക്ടറാണ്. നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ എങ്ങനെ പെട്ടെന്ന് ജയിക്കോ അത് ലാഗ് ആവോ, അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവും പഠിക്കുന്ന രീതി അനുസരിച്ച് മാറുമല്ലേ. ആദ്യമായിട്ട് ഇപ്പോൾ തുടങ്ങിയപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, ഫസ്റ്റ് A1 to B1 വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. B2 ആയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്ക് തോന്നി. ഇപ്പോൾ എപ്പോഴെങ്കിലും ഇത് നിർത്തി പോകണം എന്നുള്ളൊരു സ്ട്രഗിൾ അനുഭവിക്കേണ്ടിട്ടുണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചപ്പോൾ? ഓക്കെ, ഞാൻ ഒരു എക്സാം എഴുതി കഴിഞ്ഞു. ജസ്റ്റ് കുറച്ച് മാർക്കിനായിട്ട് ലൈക്ക് 1-2 മാർക്കിനൊക്കെ ഞാൻ ഫെയിലായ സമയത്ത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ചൂസ് ചെയ്ത് തെറ്റായി പോയോ, ജർമ്മൻ എടുക്കണമായിരുന്നോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ 1-2 മാർക്കിനൊക്കെ ഫെയിൽ ആയപ്പോഴത്തേക്കും സ്വയം ഒരു മടുപ്പ് തോന്നിയില്ലേ? പിന്നെ അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്ത്, അതെങ്ങനെ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായി? ഓക്കെ, ഞാൻ എൻ്റെ മിസ്സിനോട് ചോദിച്ചു. ഞാൻ ഗോത്തെ ഫസ്റ്റ് എഴുതിയപ്പോൾ മിസ്സിനോട് ചോദിച്ചു ഞാൻ ഗോത്തെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് ചോദിച്ചു. മിസ് പറഞ്ഞു ഇല്ല, എൻ്റെ ഒരു പഠിക്കുന്ന രീതി അനുസരിച്ച് ടെൽക്കായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ, അപ്പോൾ അത് എഴുതാൻ പറഞ്ഞു. ഇപ്പോൾ ഫുൾ മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണല്ലേ. പറഞ്ഞാൽ ബാക്കി സ്റ്റുഡൻസിന് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ബിൻസി എന്ന് പറഞ്ഞത്. കാരണം 1-2 എക്സാം എഴുതി ഫെയിലായി പിന്നെ അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് വന്നൊരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഓഫർ ലെറ്റർ ആദ്യമായി കൈ കിട്ടിയപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. കാര്യം ഞാൻ ഇത്രയും നാളെ വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ടാണ് എനിക്ക് ഇപ്പോൾ ജർമ്മനി പോകാനായിട്ടുള്ള എല്ലാ പ്രൊസീജിയറും ആയത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. ഇപ്പോൾ നാട് വിട്ട് പോകുന്നതിൽ സങ്കടമുണ്ടോ, വിഷമമുണ്ടോ? സങ്കടമൊന്നുമില്ല, കാര്യം ഞാനായിട്ട് ചൂസ് ചെയ്തതാണ് ജർമ്മനി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര നാൾ പഠിച്ചു. അപ്പോൾ ഞാനതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ കുറച്ചുകൂടെ ഹാപ്പി ആവണം, പ്രൗഡ് ആവണം. അപ്പോൾ സ്കൈ ഹോക്കിനെ എങ്ങനെയാണ് അറിയുന്നത്? ആക്ച്വലി എൻ്റെ ഉമ്മയുടെ ഒരു ഫ്രണ്ട് ആണ് സ്കൈ ഹോക്കിനെ പറ്റി പറഞ്ഞത്. ഞാൻ ഓൾറെഡി ഒരു ഏജൻസി കൊണ്ട് കൊടുത്തു, ബട്ട് അവർ നല്ല ലാഗാക്കി, ഒരു 3 months ലാഗാക്കി. അങ്ങനെ ലാസ്റ്റ് ഒരു December 18th ഒക്കെ, ഏകദേശം ക്രിസ്മസ് ലീവിൻ്റെ തൊട്ട് മുന്നായിട്ടൊക്കെ ഇവിടെ കൊണ്ട് കൊടുക്കുന്നത്. ബട്ട് ഓൾമോസ്റ്റ് 1 month കൊണ്ട് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ സെറ്റായി ഓഫർ ലെറ്ററും കൈ കിട്ടിയല്ലേ. അങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു സ്കൈ ഹോക്കുമായിട്ടുള്ള? ഓക്കെ, ഫസ്റ്റ് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഈ ലാസ്റ്റ് ടൈമിൽ എനിക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടാവുമോ, മാർച്ചിൽ പോകാൻ പറ്റുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് എല്ലാം ഓക്കെ. അപ്പോൾ എന്തായാലും മാർച്ച് ഇൻടേക്കിലേക്ക് ഫ്ലൈ ചെയ്യാനിരിക്കുന്ന ബിൻസിക്ക് എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.